പരിശുദ്ധ കുർബാനയിലെ ഈശോ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. ഈ രഹസ്യം എനിക്ക് സ്നേഹത്തിൻ്റെ വെളിപാടാണ്. വിശുദ്ധ ബർത്തലോമിയോയുടെ വാക്കുകളാണ്. പരിശുദ്ധ കുർബാനയിൽ യേശുവിനോടൊത്ത് ചെലവഴിക്കുന്ന സമയമാണ് ഭൂമിയിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഏറ്റവും സുന്ദരമായ സമയം. വിശുദ്ധ മദർ തെരേസയുടെ വാക്യങ്ങൾ. ദിവ്യകാരുണ്യം വഴി ഈശോയോടൊന്നിക്കുന്ന നിർമ്മലരായ ആത്മാക്കളുടെ ഭാഗ്യം എത്രയോ വലുത്. മനോഹരമായ വജ്രങ്ങൾ പോലെ അവർ സ്വർഗത്തിൽ മിന്നിത്തിളങ്ങുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി. നമ്മുടെ ആത്മാക്കളിലേക്ക് തുളച്ചു കയറുന്നതിനും തൻ്റെ വിശ്വസ്തരായവരുടെ ഹൃദയങ്ങളുമായി ഐക്യപ്പെടുത്തുന്നതിനും ഈശോ സ്വയം ഇല്ലാതാക്കി തന്നെ ഭക്ഷണത്തിൻ്റെ രൂപത്തിലേക്ക് താഴ്ത്തുന്നു. ഇത്രയധികം ആർദ്രതയും സ്നേഹവും മറ്റൊരു പ്രവൃത്തിയിലും ഈശോ നമ്മോട് കാണിക്കുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കുകൾ. വിശുദ്ധരായവർ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന വാക്കുകളാണ്. എന്നാൽ എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എന്താണ് മനോഭാവം? വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ, ഒരു കാറ്റിൽ പറക്കുന്ന രൂപത്തിൽ ഇത്രയും ചെറുതായത് എന്തിനാണെന്നറിയോ? നമ്മോട് ഒപ്പമാകാൻ വേണ്ടി. ഈശോ അപ്പമായി മാറിയത് നമ്മോട് ഒപ്പമാകാൻ വേണ്ടിയാണ്. കുരിശ് എന്ന ബലിക്കല്ലിലാണ് ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെട്ടത്. എൻ്റെ ഈശോയും ഞാനും ഒന്നാകുന്ന സുന്ദര നിമിഷം. കുരിശിൽ കിടന്ന് പിടയുമ്പോഴും തൻ്റെ പാർശ്വം കുത്തിപ്പിളർക്കുമ്പോഴും സ്നേഹത്താൽ ചേർത്ത് പിടിച്ച ഈശോ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ, രക്തത്തിൻ്റെ, നമ്മുടെ മജ്ജയുടെ ഭാഗമാകാൻ എന്നോടലിഞ്ഞ് ഞാനും നീയുമൊക്കെ മറ്റൊരു ക്രിസ്തുവായി ചലിക്കുന്ന സക്രാരിയായി തീരാൻ വേണ്ടി ഓരോ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നമ്മൾ ഈശോയെ കൊണ്ടുപോകുന്ന ചലിക്കുന്ന സക്രാരിയായി തീരണം.